എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡ് ആണിത്. ഈ പരമ്പരയിൽ ഭക്തജനങ്ങളുടെ സമയം മാനിച്ചുകൊണ്ട് അനാവശ്യമായ ഗ്രാഫിക്സുകളും മറ്റും ഒഴിവാക്കി ക്ഷേത്രം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും സമഗ്രമായി ഉൾപ്പെടുത്തുവാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് തിരുവട്ടാർ ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തെക്കുറിച്ചും രണ്ടാമത്തെ എപ്പിസോഡ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും ആയിരുന്നു. താല്പര്യമുള്ളവർ അതും കൂടി ശ്രദ്ധിക്കുമല്ലോ. വൈക്കത്തിന് സമീപം വടയാറിൽ സ്ഥിതി ചെയ്യുന്ന ഇളംകാവ് ദേവീക്ഷേത്രം കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജല ഉത്സവത്തിന് പേരുകേട്ടതാണ്. മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴിയായ വടയാർ പുഴയുടെ തീരത്താണ് ഭദ്രകാളി പ്രധാന പ്രതിഷ്ഠയായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെ എത്തിച്ചേരാം? കോട്ടയം ജില്ലയിലെ വൈക്കം ടൗണിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ അകലെ വടയാർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗം വൈക്കത്തു നിന്ന് ബസ് അല്ലെങ്കിൽ ടാക്സി ലഭ്യമാണ്. കോട്ടയം 32 കിലോമീറ്റർ, എറണാകുളം 35 കിലോമീറ്റർ എന്നിവിടങ്ങളിൽ നിന്നും എളുപ്പത്തിൽ എത്താവുന്നതാണ്. ട്രെയിൻ മാർഗം വൈക്കം റോഡ്, പിറവം റോഡ് എന്നിവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഏകദേശം 55 കിലോമീറ്റർ ദൂരമുണ്ട്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒന്ന് പരിശോധിക്കാം. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഇളയ സഹോദരിയാണ് ഇളങ്കാവിലമ്മ എന്നാണ് വിശ്വാസം. മൈസൂർ അധിനിവേശ കാലത്ത് കൊടുങ്ങല്ലൂർ ഭരണകേന്ദ്രം വടയാറിലേക്ക് മാറ്റിയപ്പോൾ ദേവീ ചൈതന്യവും ഇവിടെ എത്തിയെന്ന് പറയപ്പെടുന്നു. വിഗ്രഹം ആദ്യം ആറ്റുവേലക്കടവിൽ ഏകദേശം 3 കിലോമീറ്റർ അകലെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് പടിഞ്ഞാറ് ദർശനമായി ഇപ്പോഴത്തെ സ്ഥാനത്ത് മാറ്റുകയുമായിരുന്നു. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. മറ്റു ക്ഷേത്രങ്ങളിൽ കരയിൽ ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടത്തുമ്പോൾ ഇവിടെ പുഴയിലൂടെയുള്ള ജലഘോഷയാത്രയ്ക്കാണ് പ്രാധാന്യം. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുള്ള പാനയും യക്ഷി സങ്കല്പവും വളരെ ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് പൂജാ സമയങ്ങളൊന്ന് പരിശോധിക്കാം. രാവിലെ 5 AM മുതൽ 11 AM വരെ ആണ് രാവിലത്തെ പൂജാസമയം. വൈകുന്നേരം 5 PM മുതൽ 8 PM വരെ. വിശേഷ ദിവസങ്ങളിൽ ചിലപ്പോൾ സമയക്രമത്തിൽ അല്പം മാറ്റം വരാവുന്നതാണ്. ഇനി നമുക്ക് പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അടിമ, കുട്ടികളുടെ ആരോഗ്യത്തിനും രോഗശാന്തിക്കുമായി നടത്തുന്ന സമർപ്പണ വഴിപാടാണിത്. ഗുരുതി, ഭഗവതിയുടെ രൗദ്രഭാവത്തെ ശാന്തമാക്കുവാൻ വൈകുന്നേരങ്ങളിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത്. ഐക്യമത്യ അർച്ചന, കുടുംബ സമാധാനത്തിനും ഐക്യത്തിനുമായി നടത്തുന്നതാണിത്. മറ്റു വഴിപാടുകൾ ഗണപതി ഹോമം, തൃക്കൈവെണ്ണ, വിവിധ അർച്ചനകൾ. ഇനി നമുക്ക് പ്രധാന ഉത്സവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊടിയേറ്റുത്സവം കുംഭമാസത്തിൽ ഏകദേശം ഫെബ്രുവരി മാർച്ച് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. കഥകളി, ഗരുഡൻ തൂക്കം, ഓട്ടൻതുള്ളൽ എന്നിവ ഈ സമയത്ത് അരങ്ങേറുന്നതാണ്. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ആറ്റുവേല മഹോത്സവം. ഇതൊരു ജലമേളയാണ്. ഇതിൻ്റെ പ്രാധാന്യം കൊടുങ്ങല്ലൂരമ്മ തൻ്റെ സഹോദരിയെ കാണുവാൻ എത്തുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഉത്സവം നടത്തപ്പെടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുഴയിലൂടെ 2 വലിയ വള്ളങ്ങൾ കൂട്ടിയിണക്കി അതിന്മേൽ ക്ഷേത്രത്തിൻ്റെ വലിയ മാതൃക കെട്ടിയുണ്ടാക്കി ദീപാലങ്കാരങ്ങളോടെ നടത്തുന്ന ഒരു ഘോഷയാത്രയാണിത്. മീനമാസത്തിലെ അശ്വതി ഭരണി നാളുകളിലാണ് ഇത് നടക്കുക. വലിയ കെട്ടുവള്ളങ്ങളെ പരസ്പരം ബന്ധിച്ച് അതിനു മുകളിൽ പ്രധാന ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ഉള്ള നിർമ്മിതിയാണിത്. ദീപാലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കുന്ന ഇത് ക്ഷേത്രത്തിന് ഏതാനും കിലോമീറ്ററുകൾ അകലെയുള്ള ആറ്റുവേലക്കടവ് എന്ന പ്രദേശത്തു നിന്നും ആറ്റിലൂടെ രാത്രി വൈകി ഒരു ഘോഷയാത്രയായി കൊണ്ടുവരുന്നു. ഇതിനെ അനുഗമിച്ചുകൊണ്ട് വിവിധ കരക്കാർ സമർപ്പിക്കുന്ന തൂക്കച്ചാടുകൾ സഞ്ചരിക്കുന്നു. ഇവ ചെറിയ വള്ളങ്ങളുടെ മുകളിൽ മനോഹരമായി നിർമ്മിച്ചവയാണ്. അതിമനോഹരമായി ദീപാലങ്കൃതമായ ഇവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗരുഡൻ തൂക്കം പോലെയുള്ള കലാരൂപങ്ങളെയും പ്രദർശിപ്പിക്കുന്നു. ഈ ഘോഷയാത്രയെ വരവേൽക്കുവാൻ ജനസാഗരം പുഴയുടെ ഇരുകരകളിലും അണിനിരക്കുന്നു. കരയിലും ധാരാളം ദീപാലങ്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. ഈ ജലഘോഷയാത്ര ഭക്തിസാന്ദ്രവും നയനമനോഹരവും അത്യപൂർവവുമാണ്. ഇന്ത്യയിൽ തന്നെ മറ്റൊരിടത്തും ഇതുപോലൊരു കാഴ്ച കാണാനാവില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട വിസ്മയകരവും ഭക്തിസാന്ദ്രവും അത്ഭുതകരവുമായ ഒന്നാണിത്.
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരാം. കേരളീയ വസ്ത്രധാരണമാണ് അനുയോജ്യം. പുരുഷന്മാർ മുണ്ട് ധരിക്കാം. ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് മാറ്റണം. സ്ത്രീകൾ സാരിയോ നീളൻ പാവാടയോ അല്ലെങ്കിൽ ചുരിദാറോ മറ്റോ ധരിക്കാവുന്നതാണ്. ഇനി ശ്രീകോവിലിനുള്ളിൽ ഫോട്ടോഗ്രാഫി നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ആറ്റുവേല ഘോഷയാത്ര പുഴക്കരയിൽ നിന്ന് പകർത്താവുന്നതാണ്. ആറ്റുവേല കാണാൻ ആയിരക്കണക്കിന് ഭക്തർ എത്താറുള്ളതിനാൽ ജലഘോഷയാത്ര കാണാൻ നേരത്തെ തന്നെ പുഴക്കരയിൽ സ്ഥാനം പിടിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. ഈ ചാനലിലെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഉപകരിക്കുമെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും അവരുമായും പങ്കുവയ്ക്കുമല്ലോ.